കെഎസ്ആർടിസിയിലെ ഒഴിവുള്ള ഡ്രൈവർ തസ്തികയിലേക്ക് ഉടൻ നിയമനം നടത്തണമെന്ന് കെഎസ്ആർടിസി ഡ്രൈവർ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. നിയമനം നടത്താമെന്ന് പറഞ്ഞ് ഗതാഗത മന്ത്രി തങ്ങളെ പറ്റിക്കുകയാണ്. അടിയന്തരമായി നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് നാളെ ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീടിന് മുന്നിൽ 24 മണിക്കൂർ ഉപവാസം അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2010 ഡ്രൈവർ തസ്തികയിലേക്ക് PSC അപേക്ഷ ക്ഷണിച്ചത്. 10,000-ഓളം ഒഴിവുകളുണ്ടെന്നായിരുന്നു അന്ന് പറഞ്ഞത്. 2013 മെയ് മാസം 3,940 പേർക്ക് നിയമനം നൽകി. ആദ്യ നിയമനം നടന്ന 2 വർഷം കഴിഞ്ഞിട്ടും ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന കാര്യത്തിൽ നടപടി ഉണ്ടായില്ല. ഡ്രൈവർമാരുടെ ഒഴിവില്ല എന്നാണ് KSRTC പറയുന്നത്. 2014 വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ ഡ്രൈവർമാരുടെ ഒഴിവുകൾ 2,455 ആണ്. എന്നാൽ KSRTC റിപ്പോർട്ട് ചെയ്തത് 285 മാത്രം. ഘട്ടം ഘട്ടമായി നിയമനം നടത്താമെന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഉറപ്പു നൽകിയിരുന്നു. ഒരു നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരം ഗതാഗത മന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഒന്നാമത് ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇനി ഒരു എക്സാം എഴുതാനുള്ള വേദി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വേദന ജനങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു പ്രതിഷേധ ധർണ 2-ാം തീയതി വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ KSRTC ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയാണെന്ന് അസോസിയേഷൻ ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥ ഭരണമാണ് വകുപ്പിൽ നടക്കുന്നത്. ഇനി നിയമനമുണ്ടായില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. റിപ്പോർട്ടർ, കോട്ടയം.